Welcome to you all. Today we are going to discuss about projectile motion. What is a projectile motion? What do you mean by projectile motion? So when I throw an object into the atmosphere, what happens? To go up and then come back to the ground surface. These type of motions are known as projectile motion. അതായത് നമ്മളൊരു ഒബ്ജക്റ്റിനെ അറ്റ്മോസ്ഫിയറിലേക്ക് എറിഞ്ഞു, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ബോളോ എറിഞ്ഞെന്നിരിക്കട്ടെ, എന്ത് പറ്റും? അതൊരു മേളിലേക്ക് പോയിട്ട് താഴെ ഗ്രൗണ്ടിലേക്ക് തന്നെ തിരിച്ചു വരും. അത്തരത്തിലുള്ള മോഷൻസിനാണ് നമ്മൾ പ്രൊജക്റ്റൈൽ മോഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അതായത് ക്രിക്കറ്റ് ബോൾ തന്നെ ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഒരു ഫുട്ബോൾ ഷൂട്ട് ചെയ്തു, മേളിലേക്ക് പോയി താഴേക്ക് തിരിച്ചു വന്നു. അതുപോലെ തന്നെ ഒരു മിസൈൽ ലോഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മുകളിൽ കൂടെ പോകുന്ന ഒരു എയ്റോപ്ലെയിനിൽ നിന്നൊരു ഷെല്ല് താഴേക്ക് ഇടുക, ഷെല്ലെന്ന് വെച്ചാൽ ബോംബ് താഴേക്ക് ഇടുക, അങ്ങനെയുള്ളതിനകത്തൊക്കെ വരുന്ന മോഷനാണ് പ്രൊജക്റ്റൈൽ മോഷൻ. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് വൺ ഡയമെൻഷണൽ മോഷനായിരുന്നു, അതായത് ഒരു ഡയറക്ഷനിൽ മാത്രമായിരുന്നു മോഷൻ ഉണ്ടായിരുന്നത്. ഈ പ്രൊജക്റ്റൈൽ മോഷൻ വരുമ്പോൾ മോഷൻ വിൽ ബി ഇൻ 2 dimension. It has 2 components of velocities, acceleration and displacement, Vx, Vy, similarly Sx, Sy and Ax and Ay. Okay, then first consider the diagram. First I am throwing an object with an initial velocity of u and it make a initial angle alpha with the horizontal. Let the horizontal component of the velocity Vb will be ux and the vertical component of the velocity will be uy. Then what will be the value of ux? Ux is equal to u cos alpha and uy is equal to u sin alpha. Okay, u is the initial velocity of the object. Then it reach the maximum height b, then it falls down and it reach the ground at the point a. Then okay, പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാനൊരു ഒബ്ജക്റ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് എറിയുകയാണ്. അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി യു വെലോസിറ്റിയിലാണ് ഞാൻ ഒബ്ജക്റ്റിനെ എറിയുന്നത്. അത് ഹൊറിസോണ്ടലായിട്ട് മീറ്റ് ചെയ്യുന്ന ആംഗിൾ ഇനിഷ്യലി അത് ആൽഫയാണ്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റിക്ക് 2 കമ്പോണൻസ് ഉണ്ടാവും, ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റും. അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റെ വാല്യൂ യു എക്സ് എന്ന് മാർക്ക് ചെയ്തു, വെർട്ടിക്കൽ കമ്പോണൻ്റെ വാല്യൂ യു വൈ എന്ന് മാർക്ക് ചെയ്തു. യു എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? യു കോസ് ആൽഫ. അതുപോലെ യു വൈയുടെ വാല്യൂ യു സൈൻ ആൽഫ. ഇത് മാക്സിമം എന്ത് പറ്റും? എന്തൊരു ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്ക് എറിഞ്ഞ് കഴിയുമ്പോൾ ഡ്യൂ ടു ആക്സിലറേഷൻ ഓഫ് ഗ്രാവിറ്റി ഒബ്ജക്റ്റ് താഴേക്ക് വരും. ആ ഒരു സമയത്ത് ഇതൊരു മാക്സിമം ഹൈറ്റിലെത്തുന്നു. ആ ഒരു മാക്സിമം ഹൈറ്റിനെയാണ് ബി എന്ന പോയിൻ്റ് കൊണ്ട് നോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഗ്രൗണ്ടിൽ ആ ഒബ്ജക്റ്റ് വന്ന് വീഴുന്ന പോയിൻ്റാണ് എ. ഓക്കെ, ഈ ഒയിൽ നിന്ന് ഒബ്ജക്റ്റ് എ വരെ എത്താനുള്ള ടൈമിനാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അതായത് ഒബ്ജക്റ്റ് എയറിൽ അറ്റ്മോസ്ഫിയറിൽ എന്തുമാത്രം നിന്നു എന്നുള്ളതിനെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുക. നമ്മളൊരു പോയിൻ്റ് കൺസിഡർ ചെയ്യുകയാണ്. എക്സ് ഡിസ്റ്റൻസിലൊരു പോയിൻ്റ് കൺസിഡർ ചെയ്യുന്നു. അതുപോലെ എക്സ് ഡിസ്റ്റൻസിൽ വരുന്ന പോയിൻ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ വൈ, ഹൈറ്റിനെ വൈ എന്ന് മാർക്ക് ചെയ്തു. ഇനി കുറച്ച് ടേംസ് ഇതിനകത്ത് പഠിക്കാനുണ്ട്. പ്രൊജക്റ്റൈൽ മോഷനകത്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടേംസുകളാണ്. ട്രജക്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്ത് ട്രേസ്ഡ് ബൈ ദി പ്രൊജക്റ്റൈൽ ഇൻ ദി സ്പേസ്. അതായത് പ്രൊജക്റ്റൈൽ മൂവ് ചെയ്ത പാത്ത്, നമ്മൾ ആ ഒബ്ജക്റ്റ് എറിയുമ്പോൾ ഒബ്ജക്റ്റ് പോയ പാത്തിനാണ് അതിൻ്റെ ട്രജക്ടറി എന്ന് പറയുന്നത്. ഫിഗറിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് പോകുന്ന പാത്ത് ഏതായിരുന്നു? ഒ ബി എ, അതാണ് ട്രജക്ടറി. ദെൻ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ, അതായത് എന്ത് വെലോസിറ്റിയിലാണോ നമ്മൾ ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്തത്, ദ ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ദി മോഷൻ. ഇതിനാണ് വെലോസിറ്റി ഓഫ് ദി പ്രൊജക്ഷൻ എന്ന് പറയും. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ, ഏത് ആംഗിളിലാണോ നമ്മൾ
ഇനിഷ്യലി ആ ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്തതിനാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ടൈം ഓഫ് ഫ്ലൈറ്റ്, a total time taken by the projectile to reach the maximum height and to return back to the ground is known as time of flight. തൊട്ടുമുള്ള കേസിലാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് ഒയിൽ തുടങ്ങി ബിയിൽ ചെന്ന് എയിലേക്ക് എത്താൻ എന്ത് ടൈം എടുത്തു എന്നതിനാണ് ഇതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. ദെൻ റേഞ്ച് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബിറ്റ്വീൻ ദി ഇനിഷ്യൽ പോയിൻ്റ് ആൻഡ് ഫൈനൽ പോയിൻ്റ്. ഇത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത പോയിൻ്റ് മുതൽ അത് ഗ്രൗണ്ടിൽ രണ്ടാമത് മീറ്റ് ചെയ്ത പോയിൻ്റ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനാണ് ഇതിൻ്റെ റേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഫിഗറിൽ OA. ദെൻ നെക്സ്റ്റ് അതിനകത്ത് നമുക്കൊരു 3 ഇക്വേഷൻസാണ് മെയിനായിട്ട് പഠിച്ചു വയ്ക്കാനുള്ളത്. നിങ്ങൾക്ക് ഇതിനകത്ത് പ്രോബ്ലംസ് വരാൻ സാധ്യത കുറവാണ്. നിങ്ങൾ തിയറി മാത്രമാണ് സിലബസിൽ പറയുന്നത്. ഫസ്റ്റ് വരുന്ന ഇക്വേഷൻ ടൈം ഓഫ് ഫ്ലൈറ്റിന് വേണ്ടിയുള്ള ഇക്വേഷനാണ്. ഡെറിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡെറിവേഷൻ ടെക്സ്റ്റിനകത്തുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഡെറിവേഷൻ ടെക്സ്റ്റിലുണ്ട്. സിമ്പിളായിട്ട് ഞാൻ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദി ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് ദി വെലോസിറ്റി ഈസ് ഈക്വൽ ടു ux is equal to u cos alpha. Similarly, vertical component of the velocity uy is equal to u sin alpha. We know the total displacement which is equal to x, or total displacement is equal to OA. When we consider a small displacement x which is equal to ux into t. This t is the small letter t is the time taken to reach the horizontal distance x. ഓക്കെ, അതായത് ആ ചെറിയ ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ചെറിയ ഡിസ്റ്റൻസ് എക്സ് വരെ. ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം O തൊട്ട് എക്സ് വരെ എടുക്കാൻ അല്ലെങ്കിൽ റീച്ച് ചെയ്യാനെടുത്ത ടൈമിനാണ് സ്മോൾ ലെറ്റർ ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. നമുക്കറിയാം, നമുക്ക് ഇക്വേഷനകത്ത് അറിയാം ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആയിരിക്കും. അപ്പോൾ O ടു എക്സ് വരെ ട്രാവൽ ചെയ്യുന്നതിനടുത്ത ടൈമാണ് ടി. അതിനടുത്ത വെലോസിറ്റി അറിയാം, എന്താണ് ux. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു x ഈസ് ഈക്വൽ ടു ux ഇൻറ്റു ടി. ദെൻ ux ഈസ് ഈക്വൽ ടു u cos ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ x ഈസ് ഈക്വൽ ടു u cos ആൽഫ ഇൻറ്റു ടി. ദെൻ സിമിലർലി വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു uy ഇൻറ്റു ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല, ബിക്കോസ് ദെയർ ഈസ് ആൻ ആക്സിലറേഷൻ ഡ്യൂ ടു gravity in the opposite direction of motion, which is equal to ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതാൻ നേരത്ത് s ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at² എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ u എന്ന് പറയുമ്പോൾ എന്താവും? വെർട്ടിക്കൽ ഡയറക്ഷനിൽ വന്ന വെലോസിറ്റി uy സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഹാഫ് at² ടേമിൻ്റെ അവിടെ ഹാഫ് gt² എന്ന് വരും. മൈനസ് സിമ്പിൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഷൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റാണ് ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ. അതായത് നമ്മൾ ഇനിഷ്യലി വെലോസിറ്റി കൂടുതൽ കൊടുക്കുന്ന ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് ഒരു മാക്സിമം പോയിൻ്റ് എത്തി വെലോസിറ്റി ആ ഡയറക്ഷനിൽ 0 ആയി കഴിയുമ്പോൾ അത് താഴേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ നമുക്ക് അവിടെ കൊടുക്കേണ്ട ഇക്വേഷൻ s ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at². ദെൻ അതിൽ u എന്ന് പറയുമ്പോൾ uy മോഷൻ്റെ ഡയറക്ഷനുള്ള വെലോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തൊട്ട് മുമ്പുള്ള കേസിൽ എക്സിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ എന്തുകൊണ്ടാണ് ആ ഇക്വേഷൻ യൂസ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഷൻ്റെ ഡയറക്ഷനിൽ യാതൊരുവിധ ആക്സിലറേഷനും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എക്സിൻ്റെ മോഷൻ, എക്സ് ഡയറക്ഷനിലുള്ള മോഷൻ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡയറക്ഷൻ y ഡയറക്ഷനാണ്. അപ്പോൾ അത് മോഷന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് അത് മൈനസ് ഹാഫ് gt² വരുന്നു. Substitute the value of uy. Now uy is equal to u sin alpha, which is the vertical component of initial velocity u. Then time of flight is t is equal to 2u sin alpha by g. ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെറിവേഷൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഈ ഡെറിവേഷൻ ഡീറ്റെയിൽ ആയ ടെക്സ്റ്റ് ബുക്കിനകത്ത് നോക്കി നോട്ടിലേക്ക് എഴുതി അയച്ചു തരിക. അത് നാളെ വൈകുന്നേരത്തിന് മുമ്പ് അയച്ചു തരുന്നവർക്ക് ഇന്നത്തെ ക്ലാസ്സിൻ്റെ അറ്റൻഡൻസ് ഇടുന്നതായിരിക്കും. ദെൻ ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് ദി പ്രൊജക്റ്റൈൽ
R is equal to u square sin 2 alpha by g. Then maximum height of the projectile h is equal to u square sin square alpha by 2g. അപ്പോൾ ഈ 3 ഇക്വേഷൻ്റെ ഡെറിവേഷൻ ടെക്സ്റ്റ് നോക്കി നോട്ടിനകത്ത് എഴുതി കാണിക്കാം. ഇതിനു മുമ്പുള്ള 2 ക്ലാസ്സുകളുടെ നോട്ട് കംപ്ലീറ്റ് ചെയ്യണം. വീഡിയോ നോക്കിയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് നോക്കിയോ നിങ്ങളെ ടെംസിൻ്റെ നോട്ട് ചെയ്താൽ പ്രോബ്ലംസ് ചെയ്ത് കാണിക്കുക. അതനുസരിച്ച് 2 ദിവസത്തെ അറ്റൻഡൻസ് എഴുതി വെക്കുന്നവർക്ക് തരുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൻ്റെ അറ്റൻഡൻസ് കിട്ടുന്നുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ അത് അയച്ചു തരുന്നവർക്ക് ഇന്നത്തെ ക്ലാസ്സിൻ്റെ അറ്റൻഡൻസ് വരും. ഇതിനു മുമ്പുള്ള 2 ക്ലാസ്സുകൾക്ക് ഒരു ചെറിയൊരു ഇളവ് തരാം. 2 ദിവസത്തിനുള്ളിൽ എഴുതി വെച്ചാൽ മതി. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം നോക്കാം. എ ബോൾ ഈസ് പ്രൊജക്റ്റഡ് അപ്വേർഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് 50 meters per second at an angle of 25 degree with the horizontal. What is the horizontal range of the ball? എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഒരു ബോള് മുകളിലേക്ക് വലിച്ചെറിയാണ്. എന്താണ് ഇനിഷ്യൽ വെലോസിറ്റി? വിത്ത് ആൻ ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് 50 meters per second ആൻഡ് ആൻ ആംഗിൾ ഓഫ് 25 degree വിത്ത് ദി ഹൊറിസോണ്ടൽ. ശ്രദ്ധിക്കാം, എന്താണ് തന്നേക്കണേ? ഈ 15 meters per second വെലോസിറ്റിയിൽ ഞാനൊരു ബോള് എയറിലേക്ക് എറിയാം. അതിൻ്റെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 25 degree വിത്ത് ദി ഹൊറിസോണ്ടൽ. ചില പ്രോബ്ലംസിൽ ആംഗിൾ തരും വിത്ത് ദി വെർട്ടിക്കൽ എന്ന് വരും. അപ്പോൾ നോക്കുക ഏത് ആംഗിളാണ് എടുക്കുക. വെർട്ടിക്കലായിട്ട് തന്നെയെങ്കിൽ നമ്മുടെ ഇക്വേഷനകത്തുള്ള വാല്യൂസൊക്കെ തെറ്റിപ്പോകും. നമ്മളെപ്പോഴും ഡെറിവേഷൻ എടുത്താണ് ആംഗിൾ ഹൊറിസോണ്ടലായിട്ട് വരുന്ന ആംഗിളിനാണ് നമ്മൾ ഡെറിവേഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വരുന്നത് വെർട്ടിക്കലായിട്ടുള്ള ആംഗിളാണ്. ഓക്കെ, ഇപ്പോൾ വരുന്നത് ചില സമയങ്ങളിൽ വെർട്ടിക്കലായിട്ടുള്ള ആംഗിൾ വരും, ചില സമയം ഹൊറിസോണ്ടലായിട്ട് ആംഗിൾ വരും. ഈ ക്വസ്റ്റനിൽ ഹൊറിസോണ്ടലായിട്ടുള്ള ആംഗിളാണ് തന്നിരിക്കുന്നത്. ദെൻ സൊല്യൂഷൻ ആദ്യം ഗിവൺ ഡാറ്റ എഴുതുക. ഗിവൺ velocity of projection u is equal to 50 meters per second and angle of projection with the horizontal alpha is equal to 25 degree. With the horizontal ആണെങ്കിൽ alpha is equal to 90 minus given angle. Okay, then we know the horizontal range of the projectile. എന്താണ് റേഞ്ചിൻ്റെ ഇക്വേഷൻ? u square sin 2 alpha by g. സൈൻ 2 ആൽഫ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, 2 ആൽഫ എല്ലാം ഡിഗ്രീസിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സൈൻ 2 ഇൻറ്റു ആൽഫ അല്ല, സൈൻ 2 ആൽഫ. യു ഇസ് ഈക്വൽ ടു 15 സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ സൈൻ 2 times 25 which is equal divided by acceleration of gravity 9.81 which is equal to 17.6 meters. Then time of flight t is equal to 2u sin alpha by g. Substitute the value, then you get time of flight is equal to 1.292. ഓക്കെ, പ്രോബ്ലത്തിൽ നിന്ന് എന്താ മനസ്സിലായി? നമ്മളൊരു ബോൾ 50 meters per second 25 degree ആംഗിളിൽ ഇറങ്ങി കഴിഞ്ഞാൽ അത് 17 meter 17.6 മീറ്റർ കഴിയുമ്പോൾ അത് തിരിച്ച് എർത്തിൽ റീച്ച് ചെയ്യും. അത് ഞാൻ എടുക്കുന്ന ടൈമാണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു 1.292 seconds. Then maximum height of the projectile which is equal to u square sin square alpha by 2g. Substitute the values, get 2.05 meters. Then next portion is motion of a body thrown horizontally into the air. അതായത് ബോഡീനെ എയറിലേക്ക് ഹൊറിസോണ്ടലായിട്ട് ത്രോ ചെയ്യുക. നേരത്തെ വരുന്ന കേസിൽ നമ്മൾ എറിഞ്ഞുകൊണ്ടിരുന്നൊരു ഇൻക്ലിനേഷനിലായിരുന്നു എറിഞ്ഞുകൊണ്ടിരുന്നത്, ഇതിൽ എറിയുന്നത് ഹൊറിസോണ്ടലായിട്ടാണ്. ഈ കേസിൽ വരികയെന്ന് വെച്ചാൽ സിമിലർ പ്രൊജക്റ്റൈലിൻ്റെ തന്നെ മറ്റൊരു ഫോം ഓഫ് മോഷൻ തന്നെ, 2D മോഷൻ തന്നെ. വെലോസിറ്റിക്ക് 2 കമ്പോണൻസ് ഉണ്ടാവും, വി എച്ച് ആൻഡ് വി. വെലോസിറ്റി ഓഫ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും. റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ എപ്പോഴും വി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. ഓക്കെ,
An aircraft moving horizontally at 108 kilometers per hour at an altitude of 1000 meters towards the target on the ground. To release a bomb and it hits it. Estimate the horizontal distance of the aircraft from the target when it releases the bomb. Calculate the direction and velocity with which the bomb hits the target. Neglect air friction. എന്നാണ് ഹൊറിസോണ്ടൽ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഒരു എയർക്രാഫ്റ്റ് ഹൊറിസോണ്ടലി മൂവ് ചെയ്യണം. എൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൻ്റെ വെലോസിറ്റി 108 കിലോമീറ്റേഴ്സ് പെർ അവർ. അത് ഗ്രൗണ്ട് സർഫസിൽ നിന്ന് 1000 മീറ്റേഴ്സ് അബോവായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ദെൻ ടു ഫയർ എ ഷെൽ, അല്ലെങ്കിൽ ഇതൊരു ബോംബ് എൻ്റെ ടാർഗറ്റിനെ നോക്കി ഡ്രോപ്പ് ചെയ്യുന്നു. അതായത് ബോംബ് ജസ്റ്റ് താഴേക്കിടുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മളൊന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്, അതായത് ഒരു ബസ്സിൽ നിന്ന് പോകുന്ന സമയത്ത് നമ്മളൊരു കല്ല് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിന് താഴേക്കിട്ടത് എങ്ങോട്ടായിരിക്കും നേരെ താഴേക്കാണ് പോകല്ല. അതായത് നമ്മുടെ വെലോസിറ്റിക്ക് അനുസരിച്ച് ചെറുതായിട്ടൊരു മോഷൻ അതിന് ഫ്രണ്ടിലേക്ക് ഉണ്ടാവും. ആ ഒരു മോഷനോടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഇത് ടാർഗറ്റിനെ മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ക്വസ്റ്റിനെ പറയുകയാണത് നമുക്കുള്ളോട് കാൽക്കുലേറ്റ് ചെയ്യണേ എത്ര ഡിസ്റ്റൻസിലാണ് നമ്മൾ ബോംബിനെ ഡ്രോപ്പ് ചെയ്യേണ്ടതെന്ന്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ടാർഗറ്റിൻ്റെ തൊട്ട് മുകളിൽ വെച്ച് ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ബോംബിനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ടാർഗറ്റിൽ വീണെന്നിരിക്കില്ല. ചിലപ്പോൾ ടാർഗറ്റ് കഴിഞ്ഞായിരിക്കും അത് വീഴത്തുള്ളൂ. അപ്പോൾ ടാർഗറ്റിനെ കാണുന്ന വഴിക്ക് തന്നെ, അല്ലെങ്കിൽ എന്ത് ഡിസ്റ്റൻസിൽ വെച്ച് നമ്മൾ ഡ്രോപ്പ് ചെയ്താൽ കറക്റ്റായിട്ട് ഇതിൻ്റെ ടാർഗറ്റിനെ കറക്റ്റായിട്ട് ടാർഗറ്റിൽ ചെന്ന് വീഴുമെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഏത് പ്രോബ്ലം കിട്ടിയാലും എന്ത് ചെയ്യണം, ഇതിൻ്റെ ഗിവൺ ഡേറ്റ എഴുതുക. ഹൊറിസോണ്ടൽ വെലോസിറ്റി ഓഫ് എയർക്രാഫ്റ്റിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി അറിയാം, VH, which is equal to 108 kilometers per hour. And we need to convert the unit 108 kilometers per hour into meters per seconds. We know 108 kilometers is equal to 108 into 1000 meters. Then 1 hour is equal to 60 into 60 seconds, which is equal to 30 meters per seconds. Then height of flight is equal to 1000 meters. Then aircraft flying at an amplitude of 1000 meters meets a target. It's a path of the bomb, and horizontal velocity of the aircraft and a vertical velocity. Then ഓക്കെ, ഫിഗർ മനസ്സിലായോ? അതായത് ടാർഗറ്റിലേക്ക് വരുന്ന പാത്താണ് ആ ഒരു പരാബോളിക് പാത്ത്. പ്രൊജക്റ്റൈൽ മോഷൻ്റെ പാത്ത് എപ്പോഴും ഒരു പരാബോളിക് പാത്തായിരിക്കും. ഇതെല്ലാം പ്ലസ് ടുവിൽ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്ലസ് ടു തന്നെയല്ല, 8ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏതൊരു പ്രൊജക്റ്റൈലിനും മാക്സിമം റേഞ്ച് കിട്ടുന്നുണ്ടെങ്കിൽ ഏത് ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്താലായിരിക്കും മാക്സിമം റേഞ്ച് കിട്ടുക, അത് കാൽക്കുലേറ്റ് ചെയ്യുക. ഏതാണ് ആംഗിൾ എന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. മാക്സിമം റേഞ്ച് കിട്ടണമെങ്കിൽ ഏത് ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്താലാണ് മാക്സിമം റേഞ്ച് കിട്ടുക എന്നുള്ളത്. അതും ആ നോട്ടിനകത്ത് ഡെറിവേഷൻ്റെ ഒപ്പം എഴുതി വയ്ക്കുക. ദെൻ നോക്കുക, ആ ഷെല്ലിനെ താഴേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഷെല്ലിനൊരു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ടാവും. താഴേക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ട് അതിനൊരു വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ടാവും. ഈ രണ്ട് വെലോസിറ്റിയും റിസൾട്ടൻ്റ് ആയിരിക്കും ആ ഷെല്ലിൻ്റെ മൂവ്മെൻറ്റ് പാത്ത്, ആ പരാബോളിക് അല്ലെങ്കിൽ ആ കർവായിട്ടുള്ള പാത്ത്. ഇനി അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് വി നോ ദി ഹൈറ്റ് ഓഫ് ദി എയർക്രാഫ്റ്റ്, വിച്ച് ഈസ് 1000 meters. Then velocity of bomb is equal to velocity of horizontal component അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷണൽ വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് എയർക്രാഫ്റ്റിൻ്റെ വെലോസിറ്റി എന്നായിരിക്കും ബോംബിൻ്റെ ഇനീഷ്യലി ഹൊറിസോണ്ടൽ ഡയറക്ഷനുള്ള വെലോസിറ്റി. ദെൻ കൺസിഡർ ദി വെർട്ടിക്കൽ മോഷൻ ഓഫ് ദി ബോംബ്. ബോംബിൻ്റെ വെർട്ടിക്കൽ മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം.
വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, അതായത് ഈ 1000 മീറ്റേഴ്സ് ട്രാവൽ ചെയ്യണ ആ ടൈം, ആ വെലോസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ 1000 മീറ്റേഴ്സ് ട്രാവൽ ചെയ്യാൻ എത്ര ടൈം എടുക്കുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ഡിസ്റ്റൻസ് അറിയാം, വെലോസിറ്റി അറിയാമെങ്കിൽ 1000 മീറ്റേഴ്സ് ട്രാവൽ ചെയ്യാൻ എത്ര ടൈം എടുക്കുമെന്ന് അറിയാം. ആ 1000 മീറ്റേഴ്സ് ട്രാവൽ ചെയ്യുന്ന ടൈം കൊണ്ട് എന്ത് വേണം, ഈ ബോംബ് ടാർഗറ്റിലേക്ക് എത്തിച്ചേരണം. മനസ്സിലായോ? അതായത് മുകളിൽ നിന്ന് 1000 മീറ്റേഴ്സ് താഴെ ഗ്രൗണ്ടിലേക്ക് എത്താൻ എടുക്കുന്ന ടൈം എത്രയാണോ, സെയിം ടൈമിൽ തന്നെ ഈ ബോംബ് എയർക്രാഫ്റ്റിൽ നിന്ന് ടാർഗറ്റിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും ട്രാവൽ ചെയ്യണം. എന്നെങ്കിൽ മാത്രമാണ് ഇത് രണ്ടും ഒരുമിച്ച് ടാർഗറ്റിനെ മീറ്റ് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ ടാർഗറ്റിന് മുമ്പേ ഗ്രൗണ്ടിലെത്തും, അല്ലെങ്കിൽ ടാർഗറ്റിനെ കഴിഞ്ഞായിരിക്കും ഗ്രൗണ്ടിലെത്തുക, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ എയറിൽ വെച്ച് തന്നെ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യും. ഓക്കെ, കൺസിഡർ ദി വെർട്ടിക്കൽ മോഷൻ ഓഫ് ദി ബോംബ്. You know S is equal to ut plus half gt square. Then yes, displacement is equal to 1000. Then vertical motion the initial velocity 0 because the aircraft is moving in the horizontal direction. ഹൊറിസോണ്ടൽ ഡയറക്ഷൻ മൂവ് ചെയ്യുന്നു, എയർ ബോംബിന് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇനിഷ്യലായിട്ട് ഒരു വെലോസിറ്റി കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആയത്. ദെൻ ഹാഫ് gt സ്ക്വയർ. ഈ കേസിൽ പോസിറ്റീവ് പ്ലസ് വന്നത് താഴേക്കുള്ള മോഷൻ്റെ സെയിം ഡയറക്ഷനിൽ തന്നെയാണ് ആക്സലറേഷൻ ഓഫ് ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ഹാഫ് gt സ്ക്വയർ വന്നത്, ഇതിൻ്റെ പോസിറ്റീവ് സൈൻ വന്നത്. ദെൻ സോൾവിങ് വി ഗെറ്റ് t ഈസ് ഈക്വൽ ടു 14.3 സെക്കൻഡ്സ്. അതായത് ബോംബ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 14.4 സെക്കൻഡ്സ് കൊണ്ട് അത് എയർക്രാഫ്റ്റിൽ നിന്ന് ഗ്രൗണ്ടിൽ എത്തിച്ചേരും. സെയിം ടൈം വേണം ഇത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനും. ഡ്യൂറിങ് ദിസ് 14.3 seconds, the horizontal distance of the aircraft from the target when it release the bomb. അതായത് ഈ 14.3 സെക്കൻഡ്സിൽ ആ എയർക്രാഫ്റ്റിൻ്റെ വെലോസിറ്റി എന്താണോ, സെയിം വെലോസിറ്റി ട്രാവൽ ചെയ്യുമ്പോൾ ആ ടാർഗറ്റിൻ്റെ മീറ്റ് ചെയ്യണം. നമുക്കറിയാം എയർക്രാഫ്റ്റിൻ്റെ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 30 meters per second. Then horizontal distance is equal to horizontal velocity into time, which is equal to 30 into 14.3, which is equal to 429 meters. അതായത് ടാർഗറ്റിൻ്റെ നിന്നും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 429 മീറ്റേഴ്സ് ആകുമ്പോഴേക്കും ബോംബ് ഡ്രോപ്പ് ചെയ്താൽ മാത്രമാണ് കറക്റ്റ് ആ ടാർഗറ്റിലേക്ക് ബോംബ് എത്തിച്ചേരുകയുള്ളൂ. ഓക്കെ, ഇന്നത്തെ സെക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഈ അടുത്ത ദിവസത്തേക്ക് നോട്ട് കംപ്ലീറ്റ് ആക്കിയ അതിൻ്റെ ഫോട്ടോ ഓരോ ക്ലാസ്സിൻ്റെയും ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടല്ലോ, അതായത് മെക്കിൻ്റെയും സിവിലിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്. ഇതിനകത്ത് ഞാൻ 2 റെപ്രസെൻറ്റേറ്റീവ്സിനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റെപ്രസെൻറ്റേറ്റീവ്സ് ഓരോ ക്ലാസ്സിലുള്ളവരുടെ നോട്ടിൻ്റെ PDF ഫോട്ടോയോ എല്ലാം ഒരുമിച്ച് കമ്പൈൻ ചെയ്യുക. ഒറ്റ സിവിലിൽ നിന്ന് ഒറ്റ ഫയലാക്കുക. 7 പേരുണ്ടെങ്കിൽ അത് 8 പേരുണ്ടെങ്കിൽ 8 പേരുടെയും ഒരുമിച്ച് കമ്പൈൻ ചെയ്തെടുക്കുക. റോൾ നമ്പർ 1ൻ്റെ ഫസ്റ്റ് വയ്ക്കുക, റോൾ നമ്പർ 2ൻ്റെ രണ്ടാമത് വരിക, റോൾ നമ്പർ 3 മൂന്നാമത്, റോൾ നമ്പർ 4 നാലാമത്, അങ്ങനെ കണ്ടിന്യൂസ് ഓർഡറിൽ 8 പേരുടെയും നോട്ട് PDF ആക്കി സ്കാൻഡ് PDF ആക്കി കാണിച്ചു തരാം. ചെയ്യാനായിട്ടൊരു കാര്യം ചെയ്താൽ മതി, ഓരോരുത്തരും ഒരു എഴുതിയ നോട്ട് റെപ്പിന് അയച്ചു കൊടുക്കുക. റെപ്പ് ആ കിട്ടുന്ന PDF എല്ലാം ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് അയച്ചു തരും. എല്ലാ PDF-ലും നിങ്ങൾ ഫസ്റ്റ് പേജിൽ നിങ്ങൾ പേരെഴുതണം. പേരെഴുതാൻ മാത്രമേ എനിക്കറിയാൻ പറ്റുള്ളൂ ആരൊക്കെയാണ് നോട്ട് സബ്മിറ്റ് ചെയ്തതെന്ന്. ഈ നോട്ട് സബ്മിറ്റ് ചെയ്യണതനുസരിച്ച് നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതായിരിക്കും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകാർക്കും. എന്ന് വെക്കുന്നു അതിൻ്റെ കറക്റ്റ് ടൈമിൽ തന്നെ വെച്ചാൽ മാത്രമേ അറ്റൻഡൻസ് വരുള്ളൂ. ലേറ്റായി പോയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വീഡിയോ എന്നാണോ അപ്ലോഡ് ചെയ്യുന്നത് അതിൻ്റെ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ നോട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, താങ്ക് യു.